എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂത് നിന്നെ കടന്നു പോയി. സംഹാരദൂത് നിന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീനത്തിലെ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. പറവനു ഞാനിനി അടിമയല്ല. പരമസിയോ നീ ഞാനല്ല. പരമസിയോ നീ ഞാനല്ല. മാറയെ മധുരമാക്കി തീർക്കുമാവൻ. പാറയെ പിളർന്നുതാ പോക്കുമാവൻ. പാറയെ പിളർന്നുതാ പോക്കുമാവൻ. മാരുവിലൻ ദൈവമെനിക്കാധിപതിയെ താരു മാവൻ പുതുമണ്ണാതു മതിയേ. താരു മാവൻ പുതുമണ്ണ അതു മതിയേ. മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ. ആനന്ദമേ പരമാനന്ദമേ, കാണാൻ ജീവിതം എനിക്കാനന്ദമേ. കാണാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂത് നിന്നെ കടന്നു പോയി. സംഹാരദൂത് നിന്നെ കടന്നു പോയി. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 69 സങ്കീർത്തനം. ഞാനോ എളിയവനും ദരിദ്രനും ദുഃഖിതനും ആകുന്നു. ദൈവമേ, നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും. സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരം ആകുന്നു. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. തന്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതും ഇല്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. അവൻ യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവന്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം നമ്മെപ്പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവം കണ്ണിലേക്ക് ഇഷ്ടമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദിയല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാനായിട്ടില്ല. ഈ ദൈവത്തെ നന്ദിയോടെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറയുകയും അതോടൊപ്പം നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയും ചെയ്യാം. സ്തോത്രം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, ദയോളം അടിയങ്ങളെ നിർത്തിയ ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങൾ നിന്നതല്ല കർത്താവേ, ദൈവം ഞങ്ങളെ നിർത്തിയതാണ്. അടിയങ്ങൾ നേടിയതല്ല കർത്താവേ, സകലവും അങ്ങ് തന്ന ദാനം മാത്രമേ ഉള്ളൂ നാഥ. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു കർത്താവേ. ആവശ്യമായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സമാധാനം എല്ലാം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ സ്നേഹത്തിന് നദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നുകൊണ്ടുള്ള സകല കുറവുകളും വാസ്തവമായി ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പോലെ യേശുവിന്റെ രക്തത്താലും വചനത്താലും അടിയങ്ങളെല്ലാം ഒന്നുകൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ കർത്താവെ, ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണപ്പാ. അവരുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. തക്ക സമയത്ത് ദൈവം മറുപടി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണം കർത്താവെ. ഒന്നിനാലും ഭാരപ്പെടുവാനോ നിരാശപ്പെടുവാനോ ഇടയാകാതെ ദൈവസ്നേഹത്തിന് നിലനിൽപ്പാൻ, യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെട്ടവരായി കാണുവാൻ ദൈവം സഹായിക്കണം. വിവിധ വിഷയങ്ങൾ ഭാരത്തോടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ശാന്തതയും സമാധാനവും സ്വസ്ഥതയും നൽകണപ്പ. സമാധാനത്തിന്റെ ആത്മാവിനാലത് താങ്ങണം കർത്താവ്. കൃപയാലും കരുണയാലും മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തികൾക്ക് പിശാചിന്റെ ബന്ധനങ്ങൾ അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ യേശുവിനെ ആരാധിപ്പാൻ ദൈവം സഹായിക്കണം കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് അതൊക്കെ തീർക്കാനുള്ള വഴിക തുറക്കണപ്പ. കുടുംബ സമാധാനമില്ലാത്തവർക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപപ്രവൃത്തികളിൽ അകപ്പെട്ട് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്താൽ സകല പൈശാചിക ബന്ധനങ്ങളും അഴിച്ചിട്ട് കർത്താവ് സ്വാതന്ത്ര്യത്തോടെ യേശു മാത്രം രക്ഷകനെന്ന് സാക്ഷിക്കുവാൻ തക്കോണ്ട് എല്ലാവരെയും അങ്ങ് സഹായിക്കണം. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.